ഓൾ വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. ട്രപ്പീസിയം അഥവാ ലംബകങ്ങൾ വരാനിരിക്കുന്ന 8ാം ക്ലാസ്സിന്റെ ആനുവൽ എക്സാമിൽ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററുകളിൽ ഒന്നാണ്. അതിൽ നിന്നുള്ള ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ തെളിയിക്കാനുള്ള ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഒരു ട്രപ്പീസിയം, ഐസോസെലസ് ട്രപ്പീസിയം നമുക്കിവിടെ തന്നിട്ടുണ്ട്, ഒരു സമപാർശ്വലംബകം തന്നിട്ടുണ്ട്. എന്താണ് ആ സമപാർശ്വലംബകത്തിന്റെ പ്രത്യേകത? ശ്രദ്ധിച്ചോ, ഒരു പാദത്തിന്റെ മധ്യബിന്ദുവും മറ്റേ പാദത്തിന്റെ അറ്റങ്ങളും തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്നു. വിത്ത് ദി മിഡ് പോയിന്റ് ഓഫ് വൺ ബേസ് ജോയിൻ ടു ദി എൻഡ് പോയിന്റ്സ് ഓഫ് ദി അതർ ബേസ്. ഒരു ബേസിന്റെ, ഇതാണ് ഒരു ബേസ്, ആ ബേസിന്റെ മിഡ് പോയിന്റുകൾ മറ്റേ ബേസിന്റെ രണ്ട് എൻഡുകളുമായിട്ട് എന്ത് ചെയ്യുന്നു? മീറ്റ് ചെയ്തിരിക്കുന്നു. നമ്മളോട് എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? പ്രൂവ് ദാറ്റ് ദീസ് ലൈൻസ് ആർ ഓഫ് സെയിം ലെങ്ത്. ഈ രണ്ട് ലൈനുകളും ഒരേ ലെങ്ത് ആണെന്ന് പ്രൂവ് ചെയ്യുക. അതായത് ഈ ബേസിന്റെ മിഡ് പോയിന്റും ഈ ബേസിന്റെ രണ്ട് എൻഡ് പോയിന്റുകളും തമ്മിൽ മീറ്റ് ചെയ്ത ഈ രണ്ട് ലൈനുകളും എന്ത് ചെയ്യണം? സെയിം ലെങ്ത്, തുല്യ നീളമാണെന്ന് തെളിയിക്കണം. വളരെ ഈസിയാണ്. ബിക്കോസ് ചോദ്യത്തിൽ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഐസോസെലസ് ട്രപ്പീസിയമാണ്, സമപാർശ്വലംബകമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ തന്നിരിക്കുന്ന ഐസോസെലസ് ട്രപ്പീസിയത്തിന് പേരിടുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ ABCD എന്ന് പേരിട്ടു. ഈ മിഡ് പോയിന്റ് ഞാൻ E എന്നും പേര് കൊടുത്തു. അപ്പോൾ എന്തായിട്ട് മാറി? ഐസോസെലസ് ട്രപ്പീസിയം സമപാർശ്വലംബകത്തിന്റെ പേര് ABCDE ആയിട്ട് മാറി. സോ ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചോട്ടോ, ഞാൻ ചെയ്യുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഞാൻ രണ്ട് ട്രയാങ്കിളുകൾ എടുക്കുകയാണ്. നമുക്കിവിടെ രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ട്രയാങ്കിൾ ADE അല്ലേ? ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ പേരെന്താണ്? ട്രയാങ്കിൾ ADE. അടുത്തൊരു ട്രയാങ്കിൾ, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. എന്താ ട്രയാങ്കിളിന്റെ പേര്? ട്രയാങ്കിൾ BCE അല്ലേ? ട്രയാങ്കിൾ BCE എന്നും ഞാൻ എടുക്കുന്നു. ട്രയാങ്കിൾ BCE. അങ്ങനെയാണെങ്കിൽ ഐസോസെലസ് ട്രപ്പീസിയത്തിന്റെ സമപാർശ്വലംബകത്തിന്റെ പ്രത്യേകത എന്താടാ? നമ്മൾ പഠിച്ചിട്ടില്ലേ? നോൺ പാരലൽ സൈഡ്സ് ആർ ഈക്വൽ. സമാന്തരമല്ലാത്ത വശങ്ങൾ തുല്യമായിരിക്കും. അപ്പൊ ഇതല്ലേ പാരലൽ സൈഡ്? അപ്പൊ പാരലൽ അല്ലാത്ത സൈഡുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. സോ ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. അപ്പൊ ഞാൻ എഴുതുന്നു ഈ രണ്ട് സൈഡ് ആരൊക്കെയാ? AD ഈസ് ഈക്വൽ ടു BC. അപ്പൊ ഞാൻ എഴുതി AD ഈസ് ഈക്വൽ ടു BC. എഴുതിക്കൂടെ? AD ഈസ് ഈക്വൽ ടു BC. അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് ഞാൻ നോക്കാണ്, ഈ ടോട്ടൽ ലൈനിന്റെ മിഡ് പോയിന്റ് ആണ് ഇതെന്ന് പറഞ്ഞിട്ടില്ലേ? മിഡ് പോയിന്റ്, മധ്യബിന്ദു. എന്താ മധ്യബിന്ദുവിന്റെ പ്രത്യേകത? കറക്റ്റ് സെന്ററിലാ എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒരേ ലെങ്ത് ആയിരിക്കൂലേ? അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു AD ഈക്വൽ ടു BC. അതിന്റെ കാരണം എന്താ? നോൺ പാരലൽ സൈഡ്സ് അഥവാ സമാന്തരമല്ലാത്ത വശങ്ങളാണ് അല്ലെ? നോൺ പാരലൽ സൈഡ്സ് ആണ്, സമാന്തരമല്ലാത്ത വശങ്ങളാണ്. അടുത്തത് ഞാൻ എഴുതി നോക്കിക്കോ, DE ഈസ് ഈക്വൽ ടു EC. അടുത്തതായിട്ട് ഞാൻ എഴുതാണ് DE ഈക്വൽ ടു EC. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ബിക്കോസ് E ഈസ് ദി മിഡ് പോയിന്റ്. E എന്ന് പറയുന്നത് എന്താണ്? മധ്യബിന്ദുവാണ്. ഈ മധ്യബിന്ദു ആയതുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്തേക്കുള്ള ലെങ്ത് സെയിം ആയിരിക്കും. ആൻഡ് ഐസോസെലസ് ട്രപ്പീസിയത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബേസ് ആംഗിൾസ് ആർ ഈക്വൽ. പാദകോണുകൾ തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം ഇവിടുത്തെ ആംഗിളും തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എഴുതുന്നു ആംഗിൾ D ഈസ് ഈക്വൽ ടു ആംഗിൾ C. എന്താ എഴുതുന്നടാ? ആംഗിൾ D ഈസ് ഈക്വൽ ടു ആംഗിൾ C. അങ്ങനെയാണെങ്കിൽ നോക്കടാ, ഈ സൈഡും ഈക്വൽ ആണ് അല്ലേ? രണ്ട് ട്രയാങ്കിളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ സൈഡും എന്താണ്? ഈക്വൽ ആണ്. ഈ രണ്ട് സൈഡുകളും ഈക്വൽ ആണ്. അടുത്തതായിട്ട് നമുക്ക് പറഞ്ഞൂടെ, ഈ സൈഡും അതുപോലെ തന്നെ ട്രയാങ്കിളിന്റെ ഈ സൈഡും ഈക്വലാ. അങ്ങനെയാണെങ്കിൽ മൂന്നാമതായിട്ട് എനിക്ക് പറയാം അതിൻ്റെ ഉള്ളിലുള്ള ഈ ആംഗിളും ഈക്വലാ. അപ്പം എനിക്ക് പറയാം ആംഗിൾ ADE ഈസ് ഈക്വൽ ടു ആംഗിൾ D ഈക്വൽ ടു C എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിനെനിക്ക് എന്തുകൊണ്ട് പറയാം? ബിക്കോസ് ബേസ് ആംഗിൾസ് അഥവാ പാദകോണുകളാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് രണ്ട് സൈഡും അതിൻ്റെ ഉള്ളിലുള്ള ആംഗിളും തുല്യമായാൽ, രണ്ട് വശവും അതിൻ്റെ ഇടയിലുള്ള ആംഗിളും തുല്യമായാൽ SAS എന്ന് പറയുന്ന റൂള് പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണ്? ദേ ആർ ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ അവ എന്താണ്? തുല്യ ത്രികോണങ്ങളാണ്. ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങളാണ്.
അപ്പോൾ തുല്യ ത്രികോണങ്ങളാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം അതിൻ്റെ രണ്ട് സൈഡും അതിനു പുറമെ അതിൻ്റെ ഇടയിലുള്ള ആംഗിളും സെയിം ആണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ സൈഡും തുല്യമായിരിക്കും. അപ്പം എനിക്ക് പറയാം ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും, AE ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, BE ആയിരിക്കും. AE ഈസ് ഈക്വൽ ടു BE. അപ്പോൾ പറഞ്ഞതൊന്നുകൂടി ആലോചിച്ചേ, ഈ രണ്ട് സൈഡുകളും ഈക്വൽ. കാരണം എന്താ, നോൺ പാരലൽ സൈഡ്, സമാന്തരമല്ലാത്ത വശങ്ങൾ. ഈ രണ്ട് സൈഡും ഈക്വൽ. എന്തുകൊണ്ടാ, അത് രണ്ടും മിഡ് പോയിന്റ് ആണ്, ഇത് മിഡ് പോയിന്റ് ആണ്. അപ്പോൾ രണ്ട് ഭാഗത്തേക്കും ഈക്വൽ ലെങ്ത്. ഈ രണ്ട് ആംഗിളും ഈക്വൽ. എന്തുകൊണ്ടാന്ന് പറഞ്ഞേ, ബിക്കോസ് ദേ ആർ ബേസ് ആംഗിൾസ്, പാദകോണുകളാണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡും ആംഗിളും ഈക്വൽ ആകുമ്പോൾ മൂന്നാമത്തെ സൈഡ് ഓട്ടോമാറ്റിക്കലി എന്താകും, ഈക്വൽ ആകും. അപ്പോൾ AE ഈസ് ഈക്വൽ ടു BE. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കണം, എഴുതി വെച്ച് തന്നെ പഠിക്കണം. എക്സാമിന് ചോദിച്ചാൽ ഒരു കാരണവശാലും എൻ്റെ മക്കൾക്ക് മിസ്സാവരുത്.